പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം വരവായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പുൽക്കൂടുകളും നക്ഷത്രങ്ങളും കേക്കുകളും ഒക്കെ ഒരുക്കി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. തണുപ്പു നിറഞ്ഞ ഡിസംബർ മാസത്തിലെ രാവുകളിൽ വെള്ളത്താടിയും ചുവന്ന കുപ്പായവും നീളൻ തൊപ്പിയും വെച്ച് സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളുമായി വരുന്ന സാന്റാക്ലോസും ക്രിസ്മസിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയട്ടെ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കഥ. ഒരിക്കൽ എന്നെ പോലൊരു 1-ാം ക്ലാസ്സുകാരിക്ക് സ്വർഗവും നരകവും കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവൾ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ദൈവം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൈവം ചോദിച്ചു, നിനക്ക് എന്താണ് ആഗ്രഹം? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഒന്ന് സ്വർഗവും നരകവും കാണണം. അപ്പോൾ ദൈവം പിന്നെയും ചോദിച്ചു, നിനക്ക് ആദ്യം എവിടെയാണ് പോകേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, നമുക്ക് നരകത്തിലേക്ക് പോവാം. അവരങ്ങനെ നരകത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോഴോ വലിയൊരു തീന്മേശ. അതിൽ നിറയെ പലഹാരങ്ങൾ, ബിരിയാണിയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഐസ്ക്രീമും അങ്ങനെ. അതിനു ചുറ്റും നിറയെ ആൾക്കാർ. അവരെന്നാൽ വിഷമത്തിലും സങ്കടത്തിലും ഇരിക്കുന്നു. അപ്പോഴാണ് അവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് അവരുടെ കയ്യിൽ വലിയൊരു സ്പൂൺ കയ്യിൽ കെട്ടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അവർ വിഷമത്തിലും സങ്കടത്തിലും ഇരിക്കുന്നു. അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോഴോ വലിയൊരു തീന്മേശ. അതിൽ നിറയെ പലഹാരങ്ങൾ. അതിന് ചുറ്റും നിറയെ ആൾക്കാർ. അവരെന്നാൽ സന്തോഷത്തിലും ചിരിച്ചും കളിച്ചും ഇരിക്കുന്നു. അവരുടെ കയ്യിലും വലിയൊരു സ്പൂൺ കയ്യിൽ കെട്ടിവെച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, വലിയൊരു സ്പൂൺ കയ്യിൽ കെട്ടിവെച്ചാൽ നമുക്ക് നമ്മുടെ വായിലേക്കല്ലേ ഭക്ഷണം വെക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. അവർ പരസ്പരം ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തോണ്ടേയിരിക്കുന്നു. കൂട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് ദൈവമല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളാണ്. ക്രിസ്മസ് കേവലം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും പങ്കുവെക്കൽ കൂടിയാണ്. ഉണ്ണിയേശു പിറന്നത് ലോകം മാനവർക്കായാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജാതി മതക്കാരെയും ആഘോഷമാണ് ക്രിസ്മസ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആഘോഷമായി ക്രിസ്മസ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും ഒപ്പം അടിപൊളി പുതുവർഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.